നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ നല്ല അടിപൊളി സോപ്പുകൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയാലേ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അതും വളരെ ചുരുങ്ങിയ റേറ്റിൽ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ റേറ്റിൽ ഇഷ്ടം പോലെ സോപ്പുകൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഇനി വീട്ടിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഇനി ഒരു ബിസിനസ് ആയിട്ട് കാണാനാണെങ്കിൽ അങ്ങനെയും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി വെറുതെ കടയിലൊക്കെ സോപ്പ് വാങ്ങിയിട്ട് കാശ് കളയേണ്ട ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ റേറ്റിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് ഇനി നിങ്ങൾക്ക് ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി ഒരു ബിസിനസ്സായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല ഷേപ്പിലുള്ള മോൾഡുകളൊക്കെ ആവശ്യമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോൺടാക്റ്റ് ചെയ്യാനുള്ളവരുടെ നമ്പറും ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കി നോക്കുക. വളരെ ചുരുങ്ങിയ റേറ്റിൽ എന്നാലും നല്ല സിലിക്കൻ്റെ നല്ല അടിപൊളി മോൾഡ്സാണ് ഇവരുടെ കയ്യിലുള്ളത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചാർക്കോൾ സോപ്പാണ്. അപ്പോൾ അത് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റിലൊക്കെ ഒരുപാട് റേറ്റ് കൊടുക്കേണ്ട സോപ്പാണ്. പക്ഷെ നമ്മളിത് വളരെ ചുരുങ്ങിയ റേറ്റിലാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ പാത്രം മുകളിൽ വെച്ച് കൊടുക്കുക. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. ഇതുപോലെ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായി മെൽട്ടായതിനു ശേഷം നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു പെർഫ്യൂം കിട്ടും. അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് സിലിക്കൻ്റെ മോൾഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഓയിലൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് നമുക്ക് ഈ സോപ്പിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മുടെ ചാർക്കോൾ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലും പിന്നെ ഒരു ഓവൽ ഷേപ്പിലുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കാണാൻ തന്നെ എന്ത് ക്യൂട്ടാണല്ലേ. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയത്. അടുത്തതായി നമ്മൾ എടുക്കുന്നത് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ്. അപ്പോൾ ഇത് തന്നെ അവരുടെ കയ്യിൽ 2 ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ ബാറായിട്ട് വരുന്നതുണ്ട്, പിന്നെ അതുപോലെ കട്ട് ചെയ്തിട്ട് വരുന്നതും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫസ്റ്റിൽ ബാറായിട്ട് വരുന്നത് എടുക്കാം. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കണ്ടതുപോലെ തന്നെ ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. അപ്പോൾ സോപ്പ് ബേസ് എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. ഡയറക്റ്റ് അടുപ്പത്ത് വെച്ചിട്ട് മെൽറ്റ് ചെയ്യിക്കരുത്, അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇതാ നന്നായിട്ട് ഇത് മെൽറ്റായി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനിതിലേക്ക് അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അലോവേര ഉണ്ടെങ്കിൽ അതിൻ്റെ പൾപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കളറൊന്നും ഇല്ലാത്ത അലോവേര ജെൽ എടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ സോപ്പ് ബേസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ടൈമിൽ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ലിക്വിഡ് മാത്രമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 6 മണിക്കൂറിന് ശേഷം ഇതാ നല്ല അടിപൊളി അലോവേര സോപ്പ് തയ്യാറായിട്ടുണ്ട്. എന്ത് ക്യൂട്ടാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കിത് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇത്ര തിക്നെസ്സിൽ തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ തിക്നെസ്സൊക്കെ കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അലോവേര സോപ്പും അതുപോലെ തന്നെ ചാർക്കോൾ സോപ്പും റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഐറ്റമാണ്. വേറെ ഒന്നുമില്ല, ടൊമാറ്റോ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത സോപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ സ്കിന്നിനൊക്കെ നല്ലതെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ച് തന്നെയുള്ള സോപ്പ് തയ്യാറാക്കാമെന്ന് കരുതി ആദ്യം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് വീണ്ടും വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് നമ്മുടെ സോപ്പ് ബേസ് ഇതുപോലെ മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് സോപ്പ് ബേസിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള പെർഫ്യൂം ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതാ വീണ്ടും ഒരു 6 മണിക്കൂറിന് ശേഷം നല്ല അടിപൊളി ടൊമാറ്റോ സോപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. അത് നമ്മുടെ സോപ്പ് ബേസിൻ്റെ ഗുണമാണ് കേട്ടോ. ഇത്ര നല്ല ഭംഗിയിൽ നമുക്ക് സോപ്പ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല സോപ്പ് ബേസ് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇതാ അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മഞ്ഞൾ സോപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല നാടൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ സോപ്പ് ബേസ് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം വെളിച്ചെണ്ണയാണ്. വളരെ കുറച്ച് മതിയാവും. അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം ഇതിൻ്റെ കൂടെ കിട്ടും. അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചൂടോടുകൂടി തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ കിടിലൻ മഞ്ഞൾ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ. ഈ ഒരു മോൾഡിൽ ചെയ്ത സമയത്ത് അപ്പോൾ നല്ല സൂപ്പറായിട്ട് അതും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ മോൾഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുന്ന സമയത്ത് മാത്രമാണ് ഇത് ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്കിതുപോലെ സോപ്പ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രയും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുകയെന്ന് പറയുമ്പം അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ എനിക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പൈലറ്റ് സോപ്പ് കോർണറുമായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്താണ്. അവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പ് ബേസ് അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പുള്ള മോൾഡ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊറിയറായിട്ട് അവർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും ജസ്റ്റ് താഴെ കാണുന്ന ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അവർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കിത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.